ഹായ് എവരി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടുപൊടി അല്ലാതെ സാധാ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി നാളികേരവും ഒരു ചുവന്നുള്ളിയും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. ഈ പുട്ടിൽ ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ അത് ചേർക്കണ്ട, നാളികേരം മാത്രം ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്, പച്ചരി പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളത്. അങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ വറുത്തരിപ്പൊടി, അതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയ അല്ലി ചുവന്നുള്ളി മാത്രം എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് അതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി ഇങ്ങനെ പൊടിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ തമ്പ് വെച്ചിട്ട് കൈവെള്ളയിൽ ജീരകം എടുത്തതിന് ശേഷം തമ്പ് വെച്ചൊന്ന് നന്നായി പൊടിച്ചു കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വരും. അതും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് നാളികേരം, ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ചുള്ള നാളികേരവും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. വെള്ളം ഒന്നിച്ചെടുത്ത് ചേർക്കരുത്, കുറച്ചായിട്ട് തെളിച്ച് കൊടുത്ത് ആവശ്യം പോലെ വീണ്ടും എടുത്തിട്ട് തെളിച്ച് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരല്പം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഈ നാളികേരവും ജീരകവും ചുവന്നുള്ളിയൊക്കെ അരിപ്പൊടിയിലേക്ക് നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് നമ്മൾ തിരുമ്മി ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന പൊടിയുണ്ടല്ലോ, അതിൽ കറക്റ്റ് അളവുണ്ടായിരിക്കും. ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് അതൊന്നൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായ പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. അതല്ലാതെ വറുത്ത പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പുട്ടിന് പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കൈവെള്ളയിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ അത് കട്ടിയായിട്ടിരിക്കണം. അതുപോലെ നമ്മുടെ തമ്പ് വെച്ചിട്ട് തള്ളവിരൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞും പോകണം. അതാണ് പുട്ടിലത്തെ പാകം എന്ന് പറയുന്നത്. ആ വിധത്തിൽ പുട്ടിലേക്ക് പാകമായി കഴിഞ്ഞാൽ ഒരല്പം കൂടി വെള്ളം ഒന്ന് എക്സ്ട്രാ തെളിച്ച് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ടത് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ടിട്ട് 1 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആ ജീരകവും നാളികേരവും പിന്നെ ചുവന്നുള്ളിയും എല്ലാം ഒന്ന് നന്നായി പിടിക്കുകയും ചെയ്യും. പുട്ടിൻ്റെ തരികളെല്ലാം തന്നെ ഈക്വൽ ആവുകയും ചെയ്യും. ഇനി അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നമ്മൾ തൊടരുത് പുട്ടുപൊടി. നമ്മളുടെ സ്പൂൺ വെച്ചിട്ട് വേണം പുട്ടുകുറ്റിയിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നാളികേരവും പുട്ടുപൊടിയും ഇടകലർന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി പുട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.